പുൽവാമയിൽ ജീവൻ ബലി നൽകിയ ധീര സൈനികരുടെ ത്യാഗത്തെ സ്മരിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പുൽവാമയിൽ വീരമൃത്യു വരിച്ച സൈനികരുടെ അർപ്പണവും സേവനബോധവും ഓരോ ഭാരതീയന്റെയും ഹൃദയ ബോധ്യങ്ങളിൽ എന്നെന്നും നിലനിൽക്കും. ഓരോ ഭാരതീയനും അതിൽ നിന്നും ഊർജം ഉൾക്കൊള്ളുമെന്നും പ്രധാനമന്ത്രി. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ്. ജിഷ്ണു, നാം നേരത്തെ പറഞ്ഞതുപോലെ ഈ ദിവസം അത് നമുക്ക് ഓർക്കാതെ കടന്നു പോകാൻ സാധിക്കില്ല. നമ്മുടെ 40 ധീര സൈനികരുടെ ജീവത്യാഗത്തെ മറക്കാൻ നമുക്ക് സാധിക്കുകയില്ല. പ്രധാനമന്ത്രിയും അക്കാര്യം തന്നെയാണ് ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. ഭാരതം നൽകിയ തിരിച്ചടി അത് ഈ നിമിഷവും നമ്മൾ ഓർത്തെടുക്കുകയാണ്. പറയൂ ജിഷ്ണു, എന്തൊക്കെ കാര്യങ്ങൾ പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നു? രാഖി, പുൽവാമ ഭീകരാക്രമണം നടന്നിട്ട് ഇന്നേക്ക് 7 വർഷം തികയുകയാണ്. അവിടെ രാജ്യത്തിന് വേണ്ടി ജീവത്യാഗം ചെയ്ത ധീരന്മാരെ ഓർക്കാതെ ഈ ദിവസം കടന്നുപോകാൻ സാധിക്കില്ല. ആ സൈനികർക്ക് ആദരമർപ്പിക്കുകയാണ് പ്രധാനമന്ത്രി ചെയ്തിട്ടുള്ളത്. പ്രധാനമന്ത്രിയുടെ കുറിപ്പിൽ വ്യക്തമാക്കിയിട്ടുള്ളത് പുൽവാമയിൽ സൈനികരുടെ ജീവത്യാഗം, അവരുടെ അർപ്പണ മനോഭാവം, അവരുടെ സേവന മനോഭാവവും ഭാരതീയരുടെ ഹൃദയത്തിൽ എന്നും ഉണ്ടാകും. ഭാരതീയർക്ക് മുൻപോട്ടുള്ള യാത്രയ്ക്ക് കൂടുതൽ ഊർജം പകരുന്നതാണ് പുൽവാമയിൽ സൈനികരുടെ ജീവത്യാഗം എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. പുൽവാമയിൽ ഈ ഭീകരാക്രമണം നടന്ന വേളയിൽ തന്നെ പ്രധാനമന്ത്രിയുടെ വാക്കുകൾ ഉണ്ടായിരുന്നത് സൈനികരുടെ ജീവത്യാഗം വെറുതെ ആകില്ല, അതിന് കൃത്യമായ മറുപടി നൽകും എന്നുള്ളതായിരുന്നു. അതിന് തക്കതായ മറുപടി ജെയ്ഷെ മുഹമ്മദ് ഭീകര ക്യാമ്പുകളിൽ പുൽവാമ ഭീകരാക്രമണം നടന്ന് കൃത്യം 12-ാം ദിനം പാകിസ്ഥാൻ്റെ അതിർത്തി കടന്നുകൊണ്ട് ഭാരതത്തിൻ്റെ സൈന്യം നടത്തിയിരുന്നു. ബലാക്കോട്ടിൽ വ്യോമസേനയുടെ മിന്നലാക്രമണത്തിൽ ജെയ്ഷെ മുഹമ്മദിൻ്റെ ഭീകര ക്യാമ്പുകൾ തകർന്നടിഞ്ഞു. 300ഓളം ഭീകരരെ വകവരുത്തി എന്നുള്ളതായിരുന്നു കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുള്ളത്. അത്തരത്തിൽ കൃത്യമായിട്ടുള്ള തിരിച്ചടി പുൽവാമയിൽ വീണ ചോരയ്ക്ക് കൃത്യമായ തിരിച്ചടി അന്ന് ഭാരതം നൽകി. പിന്നീട് സർജിക്കൽ സ്ട്രൈക്കിലൂടെയും ഓപ്പറേഷൻ സിന്ദൂറിലൂടെയും രാജ്യത്തിന് നേരെ ഉയരുന്ന അതിർത്തി കടന്നുള്ള ഭീകരവാദത്തിന് കൃത്യമായിട്ടുള്ള തിരിച്ചടി ഉണ്ടാകും, മറുപടി ഉണ്ടാകും. അത് ഭീകരശക്തികൾക്കും പാകിസ്ഥാനും താങ്ങാവുന്നതിലും അപ്പുറമായിരിക്കുമെന്ന് ഭാരതം തെളിയിച്ചിട്ടുണ്ട്. പുൽവാമയിൽ 2019 ഫെബ്രുവരി 14-നായിരുന്നു ജമ്മുവിൽ നിന്ന് ശ്രീനഗറിലേക്ക് പോവുകയായിരുന്ന CRPF വാഹന വ്യൂഹത്തിന് നേരെ 100 കിലോയിലധികം സ്ഫോടക വസ്തുക്കൾ നിറച്ച വാഹനം ഇടിച്ചു കയറ്റിക്കൊണ്ട് ഭീകരവാദികൾ സ്ഫോടനം നടത്തിയത്, ചാവേർ ആക്രമണം നടത്തിയത്. അതിന് കൃത്യമായ മറുപടി നൽകി. ആ ഭീകരാക്രമണത്തിന്, ആ നടുക്കുന്ന ഓർമ്മയ്ക്ക്, രാജ്യത്തെ ധീര സൈനികരുടെ ജീവത്യാഗത്തിൻ്റെ ഓർമ്മയ്ക്ക് ഇന്ന് 7 വർഷം തികയുകയാണ്. ഈ അവസരത്തിലാണ് പ്രധാനമന്ത്രി അവരുടെ ജീവത്യാഗം ഓർക്കുകയും അത് ഭാരതീയരുടെ ഹൃദയത്തിൽ എന്നും ജ്വലിച്ചു നിൽക്കുമെന്നും വ്യക്തമാക്കിയത്. രാഖി. ശരി ജിഷ്ണു.